ബസരി ഔ ഹുവ അഖ്റബ്. സൂറത്തുൻ നഹൽ. അതോടുകൂടി ആ ഭാഗം ക്ലോസ്. വമാ അംറു സ്സാഅതി ഇല്ലാ കലംഹിൽ ബസർ ഔ ഹുവ അഖ്റബ്. ഖിയാമത്ത് നാൾ സംഭവിക്കുന്ന സംഗതി അത് ഒരു കൺ ചുമ്മി നിൽക്കുന്ന സമയം കൊണ്ട് പെട്ടെന്നാണ് സംഭവിക്കുക. അതിനേക്കാൾ ചെറിയ സമയം കൊണ്ട് തുടങ്ങും അതിന്റെ പരിപാടി. ആർക്കും തടുക്കാൻ കഴിയില്ല. ഒരു മിന്നലാട്ടമാണ്, ഒരൊറ്റ പൊട്ടലാണ്, ഒരൊറ്റ പ്രകമ്പനമാണ്. അതിന്റെ രൂപം സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ വിശദമായി പഠിപ്പിക്കുന്ന രൂപം എങ്ങനെയാണെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ ആ ഭാഗം പറയുന്നുണ്ട്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധ ഖുർആനിലെ ഇത്തരം ആയത്തുകളിലൂടെ പലായനം ചെയ്യുന്ന ആളുകളെ ഇതോതുമ്പോൾ ബേജാറ് പിടിച്ച സംഭവത്തെ പറ്റിയാണ് പറയുന്നത് എന്ന വിചാരമുണ്ടാവുകയും അതിന്റെ നാശത്തിന്റെ മുമ്പ് തന്നെ അല്ലാഹു തആല അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷപ്പെടുത്തി തരാൻ വേണ്ടി ദുആ ചെയ്യുകയും വേണം. അല്ലാഹു നമ്മുടെ ഈമാൻ കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു പറയുകയാണ്, സൂറെന്ന കാഹളത്തിൽ മുഴക്കപ്പെട്ടു, കുഴലൂത്ത് നടന്നു. ലോകത്തെ അവസാനിപ്പിക്കാനുള്ള ഒരു സിഗ്നൽ. ആ കുഴലൂത്തുകാരൻ കാത്തിരിക്കുകയാണ്. കുഴലൂത്തുകാരൻ ആരാണ്? മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പ്രപഞ്ചത്തെ പടച്ച അന്ന് മുതൽക്ക് തന്നെ ചാർജും കൊടുത്ത് കാത്തിരിക്കുകയാണ്. ഇനിയൊരു കാര്യമുണ്ട്. ബെല്ലടിക്കാനുള്ള വിദ്യാർത്ഥികളോട് അധ്യാപകന്മാര് പറഞ്ഞാൽ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകും. 2 മിനിറ്റ് കൂടി കിട്ടാൻ ബെല്ലടിക്കൂല. പോലീസുകാരോട് എന്തെങ്കിലും ഒരു കൽപ്പന കൊടുത്താൽ, മേലുദ്യോഗസ്ഥൻ കൊടുത്താൽ അവർ വീടി വലിക്കാൻ അപ്പുറത്തേക്ക് പോകും. എന്നിട്ടാണ് പണിയെടുക്കുക സമയം കിട്ടാൻ. എന്നാൽ ഇസ്രാഫീൽ എന്ന മലക്കിനോട് ഖിയാമത്ത് നാളിന്റെ സൂറെന്ന കാഹളത്തിലൂരാൻ വേണ്ടി അല്ലാഹു കൽപ്പിച്ചാൽ ഇസ്രാഫീൽ എന്ന മലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരുമ്പോഴേക്കൊരു 10 മിനിറ്റ് കിട്ടുമോ? കിട്ടൂല. കാരണം അല്ലാഹു തആല ഭൂലോകത്തെ പടച്ചതെന്നോ അന്ന് മുതൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്ക് സൂറെന്ന കാഹളത്തെ കയ്യിൽ പിടിച്ച് കാത്തിരിക്കുകയാണെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി ഹദീസ് കാണാം. ഇമാം തുർമുദി ഉദ്ധരിക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പുന്നാര നബി പറയുകയാണ്, കൈഫ അൻഉമു, എനിക്കെങ്ങനെയാണ് സുഖിക്കാൻ കഴിയുക കൂട്ടരെ, എനിക്കെങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുക കൂട്ടരെ. സുഹൃത്തുക്കളെ, ഖിയാമത്ത് നാളിന്റെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഹദീസ് ബേജാറാകുന്ന സംഗതിയാ. കൈഫ അൻഉമു, എനിക്കെങ്ങനെയാണ് സുഖിക്കാൻ കഴിയുക, എനിക്കെങ്ങനെയാണ് ആഡംബരത്തിൽ ഉല്ലസിക്കാൻ കഴിയുക, എനിക്ക് നിങ്ങളെപ്പോലെ ചിരിക്കാനും കളിക്കാനും എങ്ങനെയാണ് കഴിയുക? കാരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം അവിടുന്ന് പറയുകയാണ്, സൂറെന്ന കാഹളത്തിന്റെ ചാർജുള്ള ഇസ്രാഫീൽ എന്ന മലക്ക് അതിനെ 2 കൈ കൊണ്ടും അണച്ചു കൂട്ടി പിടിച്ച് അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ ഇസ്രാഫീൽ കാത് കൂർപ്പിച്ചു നിൽക്കുകയാണ്. ഊതാനുള്ള സൗകര്യത്തിന് നെറ്റി താഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ എന്ന് അല്ലാഹു റസൂൽ പറഞ്ഞ അന്ന് മുതൽ അല്ല, ലോകം പടച്ച അന്ന് മുതൽ തന്നെ ഇസ്രാഫീലിന്റെ കൽപ്പനയിൽ ഒരു പോരായ്മയും വരാതിരിക്കാൻ ഇസ്രാഫീൽ അലൈഹിസ്സലാം യഫ്അലൂന മാ യുഅ്മറൂൻ, കൽപ്പന പോലെ ചെയ്യുന്ന മലക്ക് ഇസ്രാഫീൽ അലൈഹിസ്സലാം കൈ 2 കൊണ്ടും പിടിച്ച് അല്ലാഹു കണക്കാക്കിയതുപോലെ ഇതൊക്കെ എന്നല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല. കാത് കൂർപ്പിച്ച് നെറ്റി താഴ്ത്തി കൈകൊണ്ട് സൂറെന്ന കാഹളത്തെ മുറുക്കി പിടിച്ച് എപ്പോഴാണ് അല്ലാഹുവിന്റെ കൽപ്പന വരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് സഹാബാക്കളെ. അത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കെങ്ങനെയാണ് സുഖിക്കാൻ കഴിയുക, അത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കെങ്ങനെയാ ഉറങ്ങിയാൽ ഉറക്കം വരിക എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. പുന്നാര നബിയുടെ ഈ അവതരണം എന്ന് കേട്ടപ്പോൾ സഹാബാക്കൾ പേടിച്ച് തുന്നം പാറിപ്പോയി. അവര് ചോദിക്കുകയാണ്, ഫമാദാ തഅ്മുറുനാ ഇദൻ യാ റസൂലല്ലാഹ്. അങ്ങനെ ഒരു ഘട്ടത്തെ പേടിച്ചും ബേജാറായും നിൽക്കുന്ന ഞങ്ങൾ, അതിൽ നിന്നൊരാശ്വാസം കിട്ടാൻ ഞങ്ങൾ എന്താണ് നബിയെ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, പഠിച്ചോളൂ, നടപ്പിലാക്കിക്കോളൂ. പുന്നാര നബി തങ്ങൾ പറയുന്ന സുരക്ഷാ കവചം, ഖൂലൂ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ആ ബേജാറിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി ഒരു ദിക്ർ ചൊല്ലണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ,
ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിക്കോ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സഹാബത്തിനെ പഠിപ്പിച്ചു. അല്ലാഹു തആല ഞങ്ങളുടെ കാര്യങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നവനാണ്. ഞങ്ങളുടെ കാര്യങ്ങളെ മുഴുവൻ അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുന്നവനാണ്. അത് നടത്തിക്കൊണ്ടുപോകാനും ഞങ്ങളെ സഹായിക്കാനും ഏറ്റവും നല്ലവൻ അള്ളാഹുവാൻ എന്ന ദിക്റും ചൊല്ലി സമാധാനത്തിൽ ഇരിക്കുവീൻ എന്ന് പുന്നാര നബിത്തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ ഇസ്രാഫീലിന്റെ ആ ഒരുക്കം നമുക്ക് ഈ ഹദീസിലൂടെ മനസ്സിലായി. പരിശുദ്ധ ഖുർആനിൽ എമ്പാടും പറയുന്നുണ്ട്, വയൗമ യുൻഫഖു ഫിസ്സൂരി ഫഫസിഅ മൻ ഫിസ്സമാവാതി വൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ് വകുല്ലുൻ അതൗഹു ദാഖിലീൻ. മറ്റൊരു സൂറത്തിലൂടെ അല്ലാഹു സൂറന്റെ കാഹളത്തെ വിശേഷിപ്പിക്കുന്നു, വനുഫിഖ ഫിസ്സൂർ ഫഇദാ ഹും മിനൽ അജ്ദാതി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറന്ന കാഹളത്തിൽ എത്ര മുഴക്കം നടക്കും, കുഴരൂത്ത് എത്ര വട്ടം റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. പറയാം, അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഹബീബായ റസൂലുള്ളാഹി പറയുകയാണ്, സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ മനുഷ്യന്മാരുടെ അവസ്ഥ നേരത്തെ പറഞ്ഞതൊന്നും മറക്കരുത്. തമ്മാടികൾ, ധിക്കാരികൾ, വിമർശകർ, നാസ്തികർ, എതിസ്റ്റുകൾ, നിരീശ്വരവാദികൾ, പടച്ചറബിനെ കളിയാക്കുന്നവർ, അത്തരം തെമ്മാടികളായ ആളുകൾ ഇങ്ങനെ ലോകത്ത് വിഹരിക്കുമ്പം പെട്ടെന്നാ ശബ്ദം, പെട്ടെന്നാ മുഴക്കം, ഫലാ യസ്മഉഹു അഹദുൻ ഇല്ലാ അസ്ഗാ ലിചംറഫഅരിതൻ. കേൾക്കുമ്പോഴേക്ക് ആ ശബ്ദത്തിന്റെ ഭയങ്കരത കാരണം അവരുടെ തല ഒന്ന് താഴുകയും പൊന്തുകയും ചെയ്യും. കേൾക്കുന്നവൻ മുഴുവൻ ഒന്ന് പെട്ടെന്ന് തല ഒന്ന് ഉയർത്തി താഴ്ത്തി പോകും എന്നാണ് അതിന്റെ വിവക്ഷ. പെട്ടെന്ന് അവർ പേടിച്ചു പോകും. കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടി തടാകത്തിൽ തീറ്റയിട്ട് കലക്കിക്കൊണ്ടിരിക്കുന്നവൻ പെട്ടെന്നാണ് അത് കേൾക്കുക. അവനങ്ങോട്ട് തലപൊക്കും, പെട്ടെന്ന് അവൻ മരിച്ചു പോകും, പെട്ടെന്ന് അവൻ അട്ടഹസിക്കും എന്നാണ് അതിന്റെ മാന. പെട്ടെന്ന് അവൻ അട്ടഹസിക്കും, അതങ്ങോട്ട് കേൾക്കും. ജനങ്ങളൊക്കെ കേൾക്കുന്ന ഒരേ സമയത്ത് അവരാകെ വെപ്രാളപ്പെടുന്നു. ഒന്നാമത്തെ ഊത്തിൽ എങ്ങനെ സംഭവിക്കും? സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പറഞ്ഞ ഖിയാമത്ത് നാളിന്റെ ദൃക്സാക്ഷി വിവരണം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഒരാളെ അള്ളാഹു നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചു തന്നത് അഡ്വാൻസ് ആയി അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് വിവരം ഉണ്ടാവാനാ. ഉമ്മത്ത മുഹമ്മദ് നമ്മളെ അള്ളാഹു ആദരിച്ചിരിക്കുക. നമ്മൾ ഊഹാപോഹത്തിന്റെ പിന്നാലൊന്നും പോകണ്ട. നമുക്ക് ഏതെങ്കിലും പത്രകോളങ്ങളിൽ ഖിയാമത്ത് നാൾ എങ്ങനെയാ സംഭവിക്കാന്ന് ശാസ്ത്രജ്ഞൻ പറഞ്ഞ ഊഹാപോഹത്തെ അടിസ്ഥാനപ്പെടുത്തണ്ട. പുന്നാര റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസ് അൽ ഹാഫിദ് അബൂ യഅല അൽ മൗസിലി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുസ്നദ് എന്ന കിതാബിൽ സുപ്രസിദ്ധമായ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സസൂക്ഷ്മം കേൾക്കുക, ഖിയാമത്ത് നാളിന്റെ ഭയാനകതയിൽ നിന്ന് അല്ലാഹു തആല നമുക്ക് രക്ഷ നൽകാൻ വേണ്ടി ദുആ ചെയ്യുക. ഈ മജ്ലിസ് അല്ലാഹു നമുക്ക് ആഖിറത്തിലേക്കുള്ള രക്ഷാ കവചമായി സ്വീകരിക്കുമാറാകട്ടെ. പുന്നാരവിത്തങ്ങൾ പറയുകയാണ്, അല്ലാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചു. സൃഷ്ടിപ്പൊക്കെ കഴിഞ്ഞ ഉടനെ തന്നെ സൂറെന്ന കാഹളത്തെയും സൃഷ്ടിച്ചു. സൂറെന്ന കാഹളത്തെ സൃഷ്ടിച്ചു. അത് ഇസ്രാഫീലിനെ ഏൽപ്പിച്ചു. ഇസ്രാഫീൽ അന്ന് മുതൽ വെച്ചിരിക്കുക ഷാഹിസൻ ഇലൽ അർശി ബിബസരി. കണ്ണ് അർശിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് അർശിന്റെ ഭാഗത്ത് നിന്ന് ഉത്തരവ് വരുന്നത് കാത്തിരിക്കുന്നു. എപ്പോഴാണ് കൽപ്പന കിട്ടുക എന്നും കാത്തു കഴിയുന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹി മസ്സൂർ. നിങ്ങൾക്കൊക്കെ ചോദ്യമല്ലേ, സൂർ എന്നാൽ എന്താണ് നബിയെ സാധനം? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഖാല ഖർനുൻ, അതൊരു തരം കുഴലാണ്, അതൊരു തരം കുഴലാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി എന്നാണല്ലോ വായന. അപ്പൊ പിന്നെയും ചോദിക്കുന്നു സഹാബത്ത്, കൈഫ ഹുവ, അതെങ്ങനെയാണ് നബിയെ അതിന്റെ കോലം? ഖാല അളീം, ഭയങ്കരമാണ്. കഴിഞ്ഞു, കണ്ടോ, അത്ര മതി. ഭയങ്കരമാണ്, ഭയാനകമാണ്. വല്ലാഹി അല്ലദീ ബഅസനി ബിൽ ഹഖ് ഇന്ന അളമ ദായിറത്തിൻ ഫീഹി ലഅർളു സ്സമാവാതി വൽ അർള്. ചെറുതല്ല, ഒരു മൈക്കിന്റെ ഓണ് പോലെ ഒന്നുമല്ല. സാധാരണ വിളംബരം നടത്താൻ വേണ്ടി നടക്കുന്ന ഒരു ചെറിയ വിളംബരക്കാരന്റെ കുഴലുമല്ല. ആകാശത്തെക്കാളും ഭൂമിയെക്കാളും പ്രവിശാലമായി നിൽക്കുന്ന ഒരു കുഴലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോഴത് എവിടെയാണ്? നമ്മൾ ലോകം വല്ലതും കണ്ടുക്കണോ ശാസ്ത്രജ്ഞന്മാരെ? നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇങ്ങനെ നടക്കുക, എന്നിട്ട് ചന്ദ്രനിലും ശുക്രനിലും ഒക്കെ പോകാനുള്ള ശ്രമം നടത്തുക. ചൊവ്വയിലൊന്ന് പോയി നോക്കിയാൽ തിരക്കടില്ല എന്ന പരിപാടിയും. ചൊവ്വയില് അതിവിരുദ്ധന്മാരുണ്ട് എന്നാണ് ഡോക്ടർ കാസാകൻ പറഞ്ഞത്. ചൊവ്വയിലൊക്കെ പോയി വരട്ടെ, നമുക്ക് ഈമാൻ വർദ്ധിക്കാൻ നല്ലതാ. എന്തെങ്കിലും തുടിപ്പുകളും ഒക്കെ ആയിട്ട് വരുമ്പോ ജിന്നിനി ഇൻസിനി മലായിക്കത്തിനി ഒക്കെ എന്തെങ്കിലും അടയാളങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടേ ലോകം അവസാനിക്കൂ. കാരണം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ ഓരോന്നോ
ഓരോന്നോരോന്ന് നിങ്ങൾക്ക് നാം കാണിച്ചു തരും. അന്ന് നിങ്ങൾ അതൊക്കെ തലകുലുക്കി സമ്മതിക്കും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആവശ്യമൊന്നും ഇപ്പൊ പറയണ്ട. ഏതായാലും നമുക്കൊരു കാര്യം പറയാം. ആകാശഭൂമിയേക്കാൾ വിശാലമായി കിടക്കുന്ന എന്തോ ഒരു തരം പ്രത്യേക സാധനമായി അള്ളാഹു സംവിധാനിച്ചതാണ് സൂർ. അതിന് കാഹളം എന്ന് നമ്മൾ അർത്ഥം വെക്കുന്നു. അതിന്റെ രൂപ സ്വഭാവം നമുക്കറിയില്ല. കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ കേട്ടാൽ എവിടുന്നാ നമുക്ക് മനസ്സിലാക്കുക? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, 3 ഊത്ത് നടക്കും. 3 ഊത്ത് നടക്കും. ഇമാമുകൾ മറ്റു ചില ഹദീസുകളെ ആസ്പദിച്ച് 4 ഊത്ത് എന്ന് പറഞ്ഞവരുണ്ട്. അതൊക്കെ തഹ്ഖീഖാക്കി പിന്നെയും വേണ്ടപ്പെട്ടവരും ആലിമീങ്ങളും മുതാലിമീങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. സാധാരണക്കാർ ഈ ഒരു ഹദീസാണല്ലോ ഇപ്പൊ പറയുന്നത്. പ്രത്യേകമായ 3 ഊത്ത്. ഒന്നാമത്തതിന്റെ പേര് നഫ്ഖത്തുൽ ഫസൽ, രണ്ടാമത്തതിന്റെ പേര് നഫ്ഖത്തുസ് സാഖ്, മൂന്നാമത്തതിന്റെ പേര് നഫ്ഖത്തുൽ ഖിയാമി ലിറബ്ബിൽ ആലമീൻ. അഥവാ ഒന്നാമത്തത് പറയാം, ലോകം മുഴുവനൊന്ന് കുലുങ്ങി തരിപ്പടമായിട്ട് കുറച്ചു നേരം കളിക്കണം. അള്ളാന്റെ തീരുമാനം അതാ. അന്നത്തെ ആ ധിക്കാരി ചമ്മാടികളെയുമായിട്ട് കുറച്ചു നേരം കളിപ്പിക്കണം. അങ്ങനെയാണ് മരിച്ചാലും പറ്റൂല. പെട്ടെന്ന് സൂറന്ന കാലത്തിലൂതി ആദ്യത്തെ കേൾവി അതിങ്ങനെയാണ് മരിച്ചു. അവർക്ക് വല്ലത് അധികം അറിയാൻ കഴിയോ? അള്ളാനെ ചോദ്യം ചെയ്തിട്ട് തെമ്മാടിത്തത്തിലൂടെ നടക്കുന്നാണല്ലോ പറഞ്ഞത് അവര്. അപ്പൊ അവര് കുറച്ചൊക്കെ ഒരു പന്ത് കളിക്കും എന്നാണ് അള്ളാൻ റസൂൽ പറയുന്നത്. ആദ്യത്തത് ഞെട്ടിക്കുന്ന ഒരു തരം മൂത്താണ്. അത് നിൽക്കൂല. അത് എത്ര മിനിറ്റാ നേരം? വോളിയോറൻസ് എന്ന് കേൾക്കുന്ന ഒരു സൈറൺ, അത് എത്ര മിനിറ്റാ? അത്രയൊന്നും അല്ല. അള്ളാഹു തആല തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ മുഴക്കത്തെ കുറിച്ച് ഖുർആൻ പറയുന്നത് എന്ന് മഹാനായ തിരുനബി തങ്ങൾ പറയുന്നു. അള്ളാഹു തആല ഉദ്ദേശിച്ചത് ആരൊക്കെയോ അവരല്ലാത്തവരെല്ലാവരും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടാവുമല്ലോ, അത് ശുഹദാക്കളാണ് എന്നൊരു അഭിപ്രായമുണ്ട്. അതല്ല മലായിക്കത്തുൽ കിറാമാണെന്നൊരു അഭിപ്രായമുണ്ട്. അതായത് സൂറന്ന കാഹളത്തിൽ മുഴക്കം കേട്ടിട്ട് ബേജാറാകാത്ത ഒരു കൂട്ടരുണ്ട്. അത് അള്ളാഹുവിന്റെ വിശുദ്ധന്മാരായ ആളുകൾ ആരോ ഇൻഷാ അല്ലാഹ്. അങ്ങനെ അള്ളാഹുവിന്റെ കൽപ്പന അങ്ങ് വരുമ്പോ ആദ്യത്തെ ഊത്തങ്ങോട്ട് ഊതുമ്പം ഒന്നാമത്തെ ആ ഊത്തിന്റെ ശബ്ദം പെട്ടെന്ന് നിലക്കൂല. അത് തുടർന്നുകൊണ്ടേ പോകും. അതാണ് ഖുർആൻ പറയുന്നത്, واحدة ما لها من فواق قالوا ربنا عجل لنا وقالوا ربنا عجل لنا قطنا قبل يوم الحساب. സൂറന്ന കാഹളത്തിലെ ആദ്യ മുഴക്ക ശബ്ദം കേട്ട് ഞെട്ടിത്തെരിച്ച് പേടിക്കുന്ന മനുഷ്യന്മാർ, പെട്ടെന്നുള്ള ആ ശബ്ദം മാലഹാ മിൻ ഫവാഖ്, അത് പെട്ടെന്നൊന്നും നിന്നുപോകൂല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ശബ്ദമാണ്. അക്കാലത്ത് മനുഷ്യന്മാര് പറയും, റബ്ബനാ അജ്ജിൽ ലനാ ഖിത്തനാ. ദൈവമേനോ ഈശ്വരാനോ എന്തർത്ഥം വെച്ചാലും കുഴപ്പമില്ല. അക്കാലത്തെ മനുഷ്യന്മാർക്ക് അവർക്ക് കിട്ടുന്ന രൂപത്തിൽ പറയും, ഞങ്ങൾക്ക് വല്ല ശിക്ഷയും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ തന്നുകൂട്, ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഖബല യൗമിൽ ഹിസാബ്. ഇത് അങ്ങനെയാണ് ഒരു തഫ്സീറിലുള്ളത്. അതല്ല, ഇത് വേറെ ഒരു വിഭാഗം പറയുന്നതായിട്ടും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തുടർച്ചയായി അനന്തമായി കുറെ സമയം നീണ്ടു നിൽക്കുന്ന ഒരു മുഴക്കമാണ് ആദ്യത്തെ മുഴക്കം. ആ മുഴക്കം കൊണ്ട് സംഭവിക്കൽ എന്താണെന്നറിയോ? മരിക്കൂല. ആരും മരിക്കൂല. അങ്ങനെ മരിച്ചാ പറ്റൂല. ഒരു കളിയൊക്കെ കളിക്കും. ഏതാ കളി? ഫതസീറുൽ ജിബാലു സൈറ സഹാബ് ഫതകൂനു സറാബാ വതസ്തജുൽ അർദു ബിഅഹ്ലിഹാ റജാ. ആകാശവും ഭൂമിയും കടന്നിട്ട് കളിച്ച് ഉതിർന്ന് മറിഞ്ഞ് മലക്കം മറിയുന്ന ഒരു രംഗം. ഇൻഷാ അല്ലാഹ് അത് വേറെ തന്നെ നമുക്ക് പറയണം. ഖുർആൻ വെച്ചിട്ട് നമുക്ക് പറയണം. അതുകൊണ്ട് ഒറ്റ വാക്ക് ഞാൻ പറയാം. ആകാശ ഭൂമികളിലെ പ്രപഞ്ചത്തിന്റെ താളക്രമം സംഭവിക്കും. സൂര്യന്റെ സ്ഥാനം തെറ്റി തകർന്നു തരിപ്പണമായി. നക്ഷത്രങ്ങൾ വീണു തകർന്നു തരിപ്പണമായി. സൂര്യൻ പൊട്ടി ഒലിച്ചു. കടലുകൾ ആകമാനം കത്തിയിരിക്കുന്ന ഒരു ഭാഗത്ത്, മലകൾ പാറിക്കളിക്കുന്ന ഒരു ഭാഗത്ത്. ആദ്യത്തെ ഊത്തോടുകൂടി ആകങ്ങട്ട് അട്ടിമറിച്ച് ഇളക്കി മറിച്ചിരിക്കുക. അല്ലാഹു റസൂൽ പറയുന്ന വാക്ക്, ഫതകൂനു കസ്സഫീനത്തി ഫിൽ ബഹരി തദ്രിബുഹൽ അംവാജു ബിഅഹ്ലിഹാ. തിരമാലകളെ കൊണ്ട് തിങ്ങി വിങ്ങുന്ന കടലിൽ അതിലൂടെ ഒളിച്ചോടി പോകുന്ന ചെറിയ കപ്പല് തിരമാലയുടെ ആധിക്യം കൊണ്ട് കുത്തിക്കുലുങ്ങി മറിയുന്നത് പോലെ ഭൂമി ആകമാനം കുത്തിക്കുലുങ്ങി മറിയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. പുന്നാര നിരുത്തങ്ങൾ പറഞ്ഞ ആ സംഭവത്തെ ഖുർആൻ തന്നെ മറ്റൊരു രൂപത്തിൽ പറഞ്ഞത്, യൗമ തർജുഫുർ റാജിഫ തത്ബഉഹർ റാദിഫ ഖുലൂബു യൗമഇദിൻ വാജിഫ അബ്സാറുഹാ ഖാശിഅ. ഖുർആൻ പറയുകയാണ്,
യൗമ തർജുഫു റാജിഫ, കുടുങ്ങി ഇടുങ്ങി കുലുങ്ങുന്ന ദിവസം. തത്ബഉഹ റാദിഫ, തുടർന്ന് പിന്നെയും ഇടിമുഴക്കം വരുന്നു. ഖുലൂബുൻ യൗമഇദിൻ വാജിഫ, അന്നത്തെ കുറെ ഖൽബുകൾ ബേജാറിലാണ്, ബേജാറ് കൊണ്ട് കുലുങ്ങി തകരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അതുകൊണ്ട് ഭൂമി ഇങ്ങനെ കുലുങ്ങി ആടാൻ തുടങ്ങും. കുലുങ്ങി ആടുക മാത്രമല്ല, നൊമ്പലം കെട്ടിയ പെണ്ണുങ്ങൾ, ഗർഭിണികളായ പെണ്ണുങ്ങൾ ആ പൂലം കുത്തി ഒഴുക്കിന്റെ ഭയാനകതയിൽ പെട്ടുകൊണ്ട് പ്രസവിച്ചു പോകും. പരിശുദ്ധ ഖുർആൻ ഖിയാമത്ത് നാളിന്റെ ഭയാനകത കൺകൊണ്ട് കാണും പോലെ അള്ളാഹു വിവരിച്ചു തന്നിരിക്കുകയാണ്. നരയില്ലാത്ത ചെറിയ ചെറിയ കുട്ടികൾ പോലും ബേജാറിന്റെ മുഴക്കത്തിൽപ്പെട്ട് നരച്ചു പോകും. കൊച്ചു കുട്ടികൾ പോലും നരച്ചു പോകുന്ന ദിവസമാണ്, ഭയങ്കര ബേജാറുള്ള ദിവസമാണ് യൗമുൽ ഖിയാമ. മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അത് മുഴുവൻ പറയുന്നുണ്ട്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലെ മനുഷ്യന്മാര് ബേജാറിങ്ങോട്ടാകുമ്പോ എവിടേക്കാ പോകേണ്ടതെന്ന് നിശ്ചയുണ്ടാവൂല. ആകാശം അവിടെ പോകുന്നു, മലകൾ ഇങ്ങോട്ട് വീഴുന്നു, പൊടിപടലങ്ങളായിട്ട് ഒലിക്കുന്നു, നക്ഷത്രങ്ങൾ കൂലം കുത്തി ഒഴുകുന്നു, നക്ഷത്രങ്ങൾ ഓരോന്ന് ഭൂമിയിലേക്ക് പതിക്കുന്നു. ആ സമയത്ത് അക്കാലത്തെ മനുഷ്യന്മാരെ ഇടത്തോട്ടും വലത്തോട്ടും ഓടുകയാണ്. എവിടേക്കാണ് രക്ഷ? എങ്ങോട്ടാ പോകുന്നത്? എവിടാ പോകുന്നത്? എവിടെയാ രക്ഷ? വിമാനം കയറാൻ നോക്കിയിട്ട് കാര്യമുണ്ടോ? വിമാനത്തിൽ പോയ ആകാശത്ത് സുഖണ്ടല്ലേ? കടലിൽ പോയിട്ട് കാര്യമുണ്ടോ? കപ്പലില് കടലിൽ സുഖണ്ടല്ലേ? എവിടെയും സുഖമില്ല. മഹാനായ റസൂലുള്ളാഹി പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നടക്കുന്ന മനുഷ്യന്മാരെ മലായികത്ത് തടഞ്ഞു വെക്കും. നിൽക്കടാവിടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഒരു തടുക്കലും ഒരടിക്കലും നടക്കും. അപ്പൊ പുറകോട്ട് നടക്കും. പുറകോട്ട് നടക്കുമ്പോഴും വിഷമം. പുന്നാര നബി പറയുന്നു, മാലഹും മിനല്ലാഹി